മനു, മന്ത്രി പി രാജീവ് ഇപ്പോൾ കേരള ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു നിമിഷമാണ്. അപ്പം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത് കേരളത്തിന് ഏത് തരത്തിലുള്ളൊരു ഉണർവാണ് നൽകുന്നത്? വിഴിഞ്ഞം കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു ഗേറ്റ് വേ എന്ന രൂപത്തിൽ മാറുന്ന ഒരു തുറമുഖമാണ്. അപ്പോൾ വിഴിഞ്ഞം ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരു 8 മുതൽ 10 ദിവസം വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. കാരണം സ്വാഭാവികമായ ആഴവും അന്തർദേശീയമായിട്ടുള്ള കപ്പൽ പാതയുമായിട്ട് അടുപ്പം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊളംബോയാകാം, മുംബൈ ആകാം, ഇത്തരം തുറമുഖങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും ദിവസം നമുക്ക് ലാഭിക്കാൻ കഴിയും. പലരും പറയുന്നത് ഒരു ദിവസം ലാഭിക്കുമ്പോൾ അതിനകത്തൊരു കണ്ടെയ്നർ വരുമ്പോൾ അതിന് ലാഭിക്കുമ്പോൾ $25,000 വരെ പെർ ഡേ ലാഭമുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ 10 ദിവസം ലാഭിക്കാൻ കഴിഞ്ഞാൽ $2.5 ലക്ഷം ലാഭമുണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ടും ഓരോ അസംസ്കൃത വസ്തു കൊണ്ടുവരുന്നതിൻ്റെ ചെലവിൽ കുറവുണ്ടാകും, ഉൽപ്പന്നത്തിൻ്റെ അത് കൊണ്ടുപോകുന്നതിൻ്റെ ചെലവിലും ആനുപാതികമായിട്ട് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വിഴിഞ്ഞം വലിയ സാധ്യതയാണ് നൽകുന്നത്. കേരളത്തെ ഒരു മാനുഫാക്ചറിങ് സോണാക്കി മാറ്റാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നതിനും അത് ഒരു മാനുഫാക്ചറിങ് സോണിലൂടെ അത് അസംബിൾ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഉൽപ്പന്നമായി തിരിച്ച് പോർട്ട് വഴി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ സാധ്യതയാണ് വിഴിഞ്ഞം തുറന്നു വരുന്നത്. അതുകൊണ്ട് കേവലം ഒരു തുറമുഖം എന്നതിനപ്പുറത്തേക്ക് നാടിൻ്റെ വ്യവസായ വളർച്ചയിലും സമ്പദ്ഘടനയുടെ മുന്നേറ്റത്തിനും ഏറെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെ നമ്മൾ കാണുന്നത്. ഈ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തുന്ന ചില ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ LDF സർക്കാരിൻ്റെ ഓരോ ഘട്ടത്തും ഉണ്ടായ ഇടപെടൽ അത് വളരെ വലുതായിരുന്നു. അല്ല, അതിപ്പോൾ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഇത് നാടിനാകെ അവകാശപ്പെട്ടതാണ്. ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ ഈ അന്തർദേശീയ കപ്പൽ പാതയോട് ചേർന്ന് ഇത്രയും സ്വാഭാവിക ആഴമുള്ള മറ്റൊരു തുറമുഖം ലോകത്ത് തന്നെ അപൂർവമാണ്. ആ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ നേരത്തെ നയനാർ ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിലുള്ള ബിഡിലേക്ക് പോയത്, BOT സംവിധാനത്തിലേക്ക് പോയത്, അതോടൊപ്പം തന്നെ ആഗോള ടെൻഡറിലേക്ക് പോയത്, പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ തന്നെ നേതൃത്വത്തിൽ ടെൻഡർ നടപടിയിലേക്ക് പോയത്, ശ്രീ AK ആൻ്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ ചൈനീസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ടെൻഡർ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്നത്, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളുണ്ട്. അതിൽ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടത് കല്ലിട്ടു എന്നുള്ള അവകാശം പൂർണ്ണമായിട്ടും അവർക്കുള്ളത് തന്നെ. പക്ഷേ അങ്ങനെ ഒരു കല്ലിട്ടുന്നത് ഈ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 9 വർഷം കൊണ്ട് ഈ വലിയ പ്രതിസന്ധികളെയും എതിർപ്പുകളെയും എല്ലാം മറികടന്നുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി 16 മുതൽ അധികാരത്തിലിരുന്ന ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അത് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 10 വർഷം എന്നുള്ളത് ഒരു അതിവിദൂര ഭൂതകാലമൊന്നുമല്ല, ജനങ്ങളുടെ മുൻപിലുള്ള 10 വർഷമാണ്. അപ്പോൾ 10 വർഷത്തിന് മുൻപ് വിഴിഞ്ഞം എന്തായിരുന്നു, ഇപ്പോൾ വിഴിഞ്ഞം എവിടേക്ക് എത്തി, അവർ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു, അതിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്, ആളുകളുടെ ഓർമ്മയിലും ലഭ്യമാണ്. അതുകൊണ്ട് അത്തരം അവകാശവാദങ്ങളെല്ലാം തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനങ്ങൾ തള്ളിക്കളയും. യഥാർത്ഥത്തിൽ നാടിനാകെ അവകാശപ്പെട്ടതാണ്. അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ ഗവൺമെൻറ്റും വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ കേരളത്തിൻ്റെ വ്യാവസായിക മേഖല ഇത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. അപ്പം എന്തായാലും ഒരു പൊൻതൂവൽ തന്നെ ആയിരിക്കും ഈ വിഴിഞ്ഞം നമുക്ക് പറയാൻ സാധിക്കും. അത് നേരത്തെ സൂചിപ്പിച്ചത്, വ്യവസായ മേഖലയിൽ നല്ലൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം അതിന് വലിയ പൊട്ടൻഷ്യൽ നൽകും. നമ്മൾ ഈ നമ്മുടെ ഗ്ലോബൽ സബ്മിറ്റിന് മുന്നോടിയായി, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് മുന്നോടിയായി ഇപ്പോൾ നടത്തിയ പല കോൺക്ലേവുകളിലൊന്ന് വിഴിഞ്ഞത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. അതിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MSC ഉൾപ്പെടെയുള്ള ഷറഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ലോകോത്തര കമ്പനികളെല്ലാം തന്നെ ആ കോൺക്ലേവിൽ വരികയുണ്ടായി. നമുക്ക് അവിടെ അടിയന്തരമായി തന്നെ ലാൻഡ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ വ്യവസായ വകുപ്പ് ഒരു പുതിയ മൊബൈൽ പോർട്ടൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ആർക്കെങ്കിലും വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ ലീസിന് നൽകാനോ റെൻറ്റിന് നൽകാനോ താല്പര്യമുണ്ടെങ്കിൽ ആ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഏതെങ്കിലും സംരംഭകന് ഭൂമി ആവശ്യമാണെങ്കിൽ അവനകത്ത് അപ്ലോഡ് ചെയ്യാം. ഗവൺമെൻറ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കുന്നുള്ളൂ. അപ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വിവരങ്ങൾ സർക്കാർ ലഭ്യമാക്കും. അവർ തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ ഭൂമി ഈ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന പുതിയൊരു മൊബൈൽ ആപ്പും
ഇപ്പോൾ ഗവൺമെൻറ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അവിടെ ലാൻഡ് ഏറ്റെടുക്കുന്ന കിൻഫ്രയുടെ പദ്ധതിയും മുന്നോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇടനാഴികൾ അത് കുറേ കൂടി സഹായകരമാകും. വിഴിഞ്ഞം തിരുവനന്തപുരത്ത് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യവസായ വളർച്ചയ്ക്കല്ല സംഭാവന ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദേശീയപാത വീതി കൂട്ടൽ പൂർത്തീകരിക്കുന്നു, ജലപാത പൂർത്തീകരിക്കുന്നു. അപ്പോൾ കേരളം മൊത്തത്തിൽ തന്നെ ഒരു വലിയ നഗരമായി മാറും. കേരളത്തിൻ്റെ ഏത് ഭാഗത്തും വിഴിഞ്ഞത്തിൻ്റെ ഒരു അനുബന്ധ സംവിധാനം ഒരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കണക്ടിവിറ്റി ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല മാറ്റം കേരളീയ സമൂഹത്തിലാകെ വരുന്നു. പാലക്കാട് ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് ക്ലസ്റ്റർ സിറ്റി വരുന്നുണ്ട്, മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി. ആ സ്മാർട്ട് സിറ്റിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും വിഴിഞ്ഞം ഉപയോഗിക്കാൻ അധിക സമയം ആവശ്യമില്ല. നമ്മുടെ ദേശീയപാത പൂർത്തീകരിക്കുന്നതോടുകൂടി അതിവേഗത്തിൽ തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ആ സാധ്യതകൾ കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും, കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കും. വിഴിഞ്ഞം സൃഷ്ടിക്കുമ്പോൾ തൊഴിലവസരം തുറമുഖത്ത് ലഭിക്കുന്ന തൊഴിലുകളിൽ മാത്രമല്ല, അതിൻ്റെ ഭാഗമായി നാടിലാകെ വരുന്ന വ്യവസായങ്ങളും അതിലൂടെ രൂപം കൊള്ളുന്ന തൊഴിലവസരങ്ങളും എന്ന് പറയുമ്പോൾ വലിയൊരു സമ്പദ്ഘടനയ്ക്ക് കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു കേന്ദ്രമായി വിഴിഞ്ഞം മാറും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്.